എന്താണ് ആ കുടുംബം നേരിടുന്ന വലിയ ബുദ്ധിമുട്ടെന്ന് മന്ത്രിമാർ പറഞ്ഞ ഉറപ്പ് പാഴായോ അല്ലെങ്കിൽ പാലിച്ചോ എന്നൊക്കെ നമുക്ക് ആ അച്ഛനിൽ നിന്ന് തന്നെ അറിയാം. കാരണം ആ അച്ഛനാണ് ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. അനീഷ് നമുക്കൊപ്പം ചേരുന്നു, ആ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എനിക്ക് മനസ്സിലാകും, ഞാൻ ഈ വാർത്ത കേട്ടതാണ്, വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. അത് അനീഷ് തന്നെ പറയണം, തുറന്നു പറഞ്ഞുകൊള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനീഷ് ഇപ്പോൾ നേരിടുന്നത്? ഗുഡ് മോർണിംഗ് മാഡം. ബുദ്ധിമുട്ട് ആരോഗ്യമന്ത്രിയും സജി ചെറിയാൻ മന്ത്രിയും കുഞ്ഞിന്റെ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയിൽ കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പാക്കി എന്ന് പറഞ്ഞു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ DMOക്കാണ് അതിന്റെ ചുമതല കൊടുത്തിരുന്നത്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ DMOയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പിന്നെ ചീഫ് ഡോക്ടർമാരും എല്ലാവർക്കും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിയമപരമായിട്ട് യാതൊരുവിധ അറിയിപ്പും ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞ് ജനിച്ചത് നവംബർ 8-ാം തീയതിയാണ്. ഈ നവംബർ 8-ാം തീയതി തൊട്ട് എന്റെ ജീവിതം താറുമാറായിരിക്കുകയാണ്. 4 ഡോക്ടർമാര് ആലപ്പുഴ WMC ആശുപത്രിയിലെയും ആലപ്പുഴ മിഡാസ് ശങ്കേഴ്സ് എന്ന് പറയുന്ന ലാബിലെയും റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർമാരുടെയും തീർത്തും അവരുടെ ജോലിയിൽ കാണിച്ച മോശത്തരത്തിൻ്റെതാണ് ഞാനും എന്റെ കുടുംബവും ഇന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 8-9 മാസമായി ഞാൻ ജോലിക്ക് പോയിട്ട്. എനിക്ക് വേറെ 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളുമായിട്ട് ഞാൻ തേരാപ്പാര. ഓരോ പെൺകുട്ടികളാണ് എന്റെ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും ഞാൻ മറ്റൊരു വീട്ടിൽ ആക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യത്തിന് പോകുന്നത്. കാര്യം നമ്മുടെ സുരക്ഷിതത അത്രയാണല്ലോ സുരക്ഷിതത്വം. പിന്നെ രണ്ടാമത്തത്, തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് SITയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 79 ദിവസം അവിടെ ഞാനും എന്റെ കുടുംബവും നരകിച്ചു കിടന്നു. ആ നരകയാതനയുടെ ഭാഗമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും ആലപ്പുഴയിൽ കിടന്ന് നരകിച്ച്. എന്റെ വൈഫിന് അവിടെ വെച്ച് പിന്നെ ഇതായി ICUയിൽ ഇരുന്ന് അവൾക്ക് ഡിപ്രഷനായി. അങ്ങനെ ലാസ്റ്റ് അവളെ അവിടുത്തെ ആശുപത്രിയിൽ കാണിക്കേണ്ട സാഹചര്യമായി. അവിടെ കാണിച്ചപ്പോഴത്തേക്ക് അവിടെ കിടക്കാൻ പോലും ബെഡില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പറഞ്ഞ് ആലപ്പുഴയിലേക്ക് നിങ്ങൾ ഒന്നിലെ എന്റെ കുഞ്ഞിനെ സർക്കാർ ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ ആളെ തരിക, ഇല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് മാറ്റുക. അങ്ങനെയാണ് ഞങ്ങൾ ഏപ്രിൽ 3-ന് ആലപ്പുഴ വന്നത്. ജനുവരി 17-ാം തീയതി SIT ആശുപത്രിയിൽ പോയിട്ട് ഏപ്രിൽ 3-നാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അത് അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, ട്രീറ്റ്മെന്റ് സൗജന്യമാണെന്ന് ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, സജി ചെറിയാൻ മന്ത്രി കരുതലും കൈത്താങ്ങിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്റെ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു രാത്രി 12 മണിക്കാണ് അവിടുന്ന് മരുന്നിന് എഴുതി തരുന്നത്. പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. കാരുണ്യ, മാതൃസ്പർശം, പിന്നെ അമ്മയും കുഞ്ഞും പദ്ധതി, ഇവിടെ എല്ലായിടത്തും തേരാപ്പാര നടന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ രാത്രി 2 മണിക്ക് നടന്നിട്ടാണ് ഓരോ സ്ഥലത്ത് ഈ മരുന്നിന് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മരുന്നില്ല. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ബില്ലുകൾ. SITയിൽ അവിടുത്തെ ഡോക്ടർമാർ എനിക്ക് മരുന്നിന് കുറിച്ച് തന്നിട്ട് ആ മരുന്നിന്റെ ചീട്ടുമായിട്ട് ഞാൻ ഓരോ മെഡിക്കൽ സ്റ്റോറിൽ, അതായത് SITക്ക് അകത്തുള്ള മാതൃസ്പർശം, SITക്ക് അകത്തുള്ള കാരുണ്യ, SITക്ക് അകത്തുള്ള വേറെ 2 മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ഇവിടെ 2 കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് പുറത്തുനിന്ന് അവിടെ 2 നോ സ്റ്റോക്ക് 4 സീൽ വെച്ച് തരും. ഈ 4 സീൽ വെച്ചിട്ട് വേണം ഞാൻ അത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. അനീഷ്, ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്. അനീഷ് ഇപ്പോൾ വ്യക്തമായി പറയുകയുണ്ടായി, 2 മന്ത്രിമാർ അനീഷിന് ഉറപ്പ് നൽകി, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ഒപ്പം മന്ത്രി സജി ചെറിയാനുമെന്ന്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. താൻ ഇത്രമാത്രം വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുകയാണ് മാഡം സാർ എന്ന് അറിയിച്ചിരുന്നോ നമ്മുടെ മന്ത്രിമാരെ ഇതിനു ശേഷം? ആരോഗ്യമന്ത്രി അറിയിച്ചത്, ആരോഗ്യമന്ത്രി എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ സജി ചെറിയ മന്ത്രി അറിയിച്ചത് എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. അവർ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ഈ ആലപ്പുഴ ഡിസ്ട്രിക്ട് DMO, ആലപ്പുഴ ജില്ലാ ആശുപത്രിയിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, ഈ സൂപ്രണ്ടുമാരല്ലേ, അവരല്ലേ എനിക്ക് അതിന്റെ മറുപടി തരേണ്ടത്. ആരോഗ്യമന്ത്രി എന്നോട് വന്ന് പറയത്തില്ലല്ലോ. ഞാൻ വിളിച്ചു ചോദിക്കും എന്തായി. ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല, ആരോഗ്യമന്ത്രി ഒന്നും ഇടപെട്ടിട്ടില്ല. ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. 8 മാസം കുഞ്ഞ് ജനിച്ച് നവംബർ 8-ാം തീയതി കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് യാതൊരുവിധ നടപടി എടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സാധാരണക്കാരനായ ഒരു ജനത്തിന് ഒരു വിലയില്ല ഇവിടെ. എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നാളെ ആലപ്പുഴ കളക്ടറേറ്റിൽ കൊണ്ടുപോയി കളക്ടറിന് കൊടുക്കാൻ കൊച്ചിനെ, അല്ലാതെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ആലപ്പുഴ DMOക്ക് കൊണ്ട് കൊടുക്കാൻ കൊച്ചിനെ നോക്കട്ടെ. എന്റെ അനാസ്ഥ ആശുപത്രി അധികൃതരെയും പിന്നെ ലാബിന്റെയും അനാസ്ഥ മൂലം കുഞ്ഞിന് ഇത്രയും വൈകല്യം. കുഞ്ഞിന്റെ വൈകല്യങ്ങൾ ഇന്ന് വരെ ട്രീറ്റ്മെന്റ് ആയിട്ട് എടുത്തിട്ടില്ലല്ലോ. കുഞ്ഞിന്റെ തലച്ചോറിന് വളർച്ചയില്ല, കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന് ജനനേന്ദ്രിയത്തിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന് കാലിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന് ശ്വാസകോശത്തിന് പ്രശ്നമുണ്ട്. കുഞ്ഞ് ജനിച്ച് ഇന്ന് വരെ മുലപ്പാൽ കുടിച്ചിട്ടില്ല.
ആ മുലപ്പാല് ട്യൂബിലൂടെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ട്യൂബിലൂടെ മരുന്ന് കൊടുക്കാനായിട്ട് ഒരു മാസം 3 പാക്കറ്റ് പൗഡർ വേണം. ഡെക്സോലാക്ക് നെസ്റ്റോ എന്ന് പറയുന്ന 2 പൗഡറാണ് കുഞ്ഞിന് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആലപ്പുഴയിലെ സൂപ്രണ്ട് പറയാം മിൽമാപ്പാല് മേടിച്ചു കൊടുക്കാൻ എന്റെ കുഞ്ഞിന്. ആലപ്പുഴയിലെ സൂപ്രണ്ടിന്റെ കുഞ്ഞിന് കൊടുത്തിരുന്നത് മിൽമാപ്പാലാണ്. അതുകൊണ്ട് അനീഷ് ഇനി ഡെക്സോലാക്ക് നെസ്റ്റോയും കൊടുക്കണ്ട, അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, വേണ്ട, സക്രിഷൻ അതായത് വരാതിരിക്കാനുള്ള കുഞ്ഞിന്റെ ടാബ്ലറ്റ്. ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോഴായിരുന്നോ പോയി മിൽമ പാൽ കൊടുക്കാനുള്ള പ്രതികരണം ഉണ്ടായത്? 17-ാം തീയതി കഴിഞ്ഞ മാസം ഈ മാസം 21-ാം തീയതി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് രേഖാമൂലം പരാതിയായി എഴുതിക്കൊണ്ട് ചെന്നു. എനിക്ക് നിവൃത്തിയില്ല, എന്നെ സഹായിക്കണം, എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ മരുന്നുകളും ഈ പൊടിയും അനുവദിച്ചു തരണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി വികസന സമിതിയിലെങ്കിലും അനുവദിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി ചിരിച്ചുകൊണ്ട്, PRO ഉണ്ട്, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അനീഷേ ഇതൊന്നും സർക്കാർ സംവിധാനത്തിൽ ഉള്ളതല്ല, ഈ കുഞ്ഞിന് 8 മാസമായില്ലേ, ഇനി കുഞ്ഞിന് മിൽമാപ്പാൽ കൊടുത്താൽ മതി, ഞാൻ എന്റെ കുഞ്ഞിന് മിൽമാപ്പാലാ കൊടുത്തത്, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് മിൽമാപ്പാൽ കൊടുത്തോട്ടെ, അദ്ദേഹത്തിന്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജനിച്ചതാണ്, എന്റെ കുഞ്ഞ് ആശുപത്രിയുടെയും സർക്കാരിന്റെയും സ്കാനിങ് സെന്ററിന്റെയും സിസ്റ്റത്തിന്റെ എല്ലാം കുഴപ്പം കൊണ്ട് വൈകല്യമായിട്ട് ജനിച്ച കുഞ്ഞാണ്, നിരവധി വൈകല്യങ്ങളുണ്ട് എന്റെ കുഞ്ഞിന്. ഇതൊക്കെ ആരാണ് ഇതിനൊക്കെ സമാധാനം പറയേണ്ടത്? തീർച്ചയായും ഞങ്ങളിപ്പോൾ മന്ത്രി സജി ചെറിയാനെ ബന്ധപ്പെട്ടിരുന്നു. അനീഷിന്റെ ശ്രദ്ധയിലേക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്കിത് അദ്ദേഹത്തിന് ഇത് ഓർമ്മയില്ല, അത്തരമൊരു എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, താങ്കൾക്കിത് ഓർമ്മയില്ല എങ്കിൽ താങ്കൾ ഇത് ശ്രദ്ധിക്കണം, ന്യൂസ് 18 ഈ വാർത്ത ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിന്റെ, ഒരു സാധാരണ കുടുംബത്തിന്റെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെ കാര്യമാണ്, ആ കുടുംബത്തിന്റെ കാര്യമാണ്. മന്ത്രി ഇത് കാണണം, ഈ വാർത്ത ഉടൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തണം. അദ്ദേഹം ഉടൻ തന്നെ ഇതിനൊരു നടപടി എടുക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അനീഷ് തുടരാം. കരുതലും കൈത്താങ്ങും ആ പദ്ധതിയിൽ ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. ആ പരിപാടിയിലാണ് എന്റെ വൈഫ് എന്റെ കുഞ്ഞുങ്ങളെ പോയത്. അപ്പോഴത്തേക്കാണ് അവിടുത്തെ സജി ചെറിയാൻ മന്ത്രി അവർ നിരവധി, അതായത് ജനുവരി 5-ാം തീയതിയിലെ നിരവധി പത്രങ്ങളിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. അത് നിരവധി വൈകല്യങ്ങളോടുകൂടി ജനിച്ച കുഞ്ഞിനെ സജി ചെറിയാൻ അവർ ചികിത്സ ഉറപ്പാക്കി, സൗജന്യ ചികിത്സ ഉറപ്പാക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ മനോരമയിലും മാതൃഭൂമിയിലും മറ്റുള്ള എല്ലാ ദിനപത്രങ്ങളിലും ഉണ്ടായിരുന്നു. സാറ് മറന്നുപോയതായിരിക്കാം. അനീഷ് ഒരു ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ഈ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മറ്റെന്തെങ്കിലും വരുമാനമുണ്ടോ അനീഷിന്? മാഡം, ഞാൻ ടാക്സി ഡ്രൈവറാണ്, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണ്. ഈ ടാക്സി ഡ്രൈവറുടെ ഉപജീവന മാർഗമാക്കാൻ വേണ്ടി ഞാൻ ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയോളം ഞാൻ ടാക്സി ഡ്രൈവർ ആകാനും എന്റെ വീട് വെക്കാനും വേണ്ടി ഞാൻ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഞാൻ എന്റെ വീടും കാറും ഒക്കെ എടുത്ത് ഉപജീവന മാർഗമായിട്ട് നിൽക്കുന്നത്. ഈ ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 8 ദിവസം, 10 ദിവസം, 15 ദിവസം അങ്ങനെ ഗസ്റ്റ് ടൂർ പാക്കേജ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഗസ്റ്റുകളെയും കൊണ്ട് ഞാൻ ആലപ്പുഴ, മൂന്നാർ, തേക്കടി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് അവരെ തിരിച്ച് കൊച്ചി എയർപോർട്ടിലാക്കിയിട്ട് വരുന്ന ജോലിയാണ്. എനിക്ക് ഈ കുഞ്ഞ് ജനിച്ചത്, ഈ കുഞ്ഞിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. 17,000 രൂപയാണ് എനിക്ക് ഒരു മാസം വണ്ടിക്ക് CC അടവുള്ളത്. എന്റെ ടാക്സി ഉപജീവന മാർഗം ടാക്സി ഡ്രൈവർമാരാക്കിയ നല്ല നല്ല സുഹൃത്തുക്കളാണ് എന്നെ ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിലൂടെയാണ് ഞാൻ എന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അവരും ഈ പറഞ്ഞ കണക്ക് അവരൊരു കുടുംബം നോക്കുന്നതാണ്. ഇപ്പൊ എറണാകുളം ബേസ് ചെയ്ത് ഒരുപാട് പേരുണ്ട്, ആലപ്പുഴ ബേസ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ എത്ര രൂപ ഒരു ദിവസത്തെ വേതനം എന്നുള്ളത്